CA നടപ്പിലാക്കുന്നത് സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് സുപ്രീം കോടതിയെ സമീപിച്ചു കഴിഞ്ഞു. എനിക്കൊപ്പം അഭിഭാഷകൻ ഹാരിസ് ബിരാൻ ചേരുന്നു. നമസ്കാരം. ഈ ഹർജിയിൽ ഉപഹർജിയിൽ എന്തൊക്കെയാണ് ആവശ്യം ഉന്നയിച്ചിട്ടുള്ളത്? ഒന്ന്, CAA നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയത് 2019 ഡിസംബറിലാണ്. അതിനുശേഷം 4 വർഷം കഴിഞ്ഞു. 4 വർഷത്തോളമായിട്ട് ഒന്നും ചെയ്തിരുന്നില്ല. ഇത് പ്രാബല്യത്തിൽ കൊണ്ടുവരാനുള്ള ചട്ടങ്ങളൊന്നും അവർ പാസ്സാക്കിയിരുന്നില്ല. ഇപ്പോൾ ഈ ഒരു സമയത്താണ് അവർ ചട്ടങ്ങൾ കൊണ്ടുവരുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അത് പ്രാബല്യത്തിൽ വരും. ആ പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ പൗരത്വം കൊടുക്കേണ്ട ഒരു പ്രത്യേക ജനവിഭാഗങ്ങളെ ഒഴിച്ചു നിർത്തിയിട്ട് ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും പൗരത്വം കൊടുക്കേണ്ട ഒരു സ്ഥിതിവിശേഷം വരികയാണ്. ഇനിയിപ്പോൾ ഈ കേസാണെങ്കിൽ സുപ്രീം കോടതിയിൽ പെൻഡിങ്ങുമാണ്. അപ്പോൾ ഈ സുപ്രീം കോടതി ഇനി അന്തിമമായിട്ട് ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ളൊരു നിയമമാണ് പാസ്സാക്കിയതെന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന പൗരത്വം എല്ലാം തിരിച്ചെടുക്കേണ്ട ഒരു അവസ്ഥ വരും. അതൊരു വല്ലാത്തൊരു സ്ഥിതിവിശേഷത്തിലേക്ക് മാറുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ സുപ്രീം കോടതി ഇത് അന്തിമമായിട്ട് കേൾക്കുന്നത് വരെ, അന്തിമ വിധി വരുന്നത് വരെ ഈ ചട്ടങ്ങൾ പ്രാബല്യത്തിൽ വരുത്തരുത് എന്നുള്ളൊരു ആവശ്യമായിട്ടാണ് നമ്മൾ സുപ്രീം കോടതി സമീപിച്ചിരിക്കുന്നത്. ഈ മുസ്ലിം വിഭാഗത്തിനെ ഏത് നിലയിൽ ഇതിൽ പരിഗണിക്കണമെന്ന് കൂടി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടോ? അതെ, ഇപ്പോൾ നമ്മളിപ്പോൾ രണ്ടാമതായിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭയാർത്ഥികൾക്ക് പൗരത്വം കൊടുക്കുന്നതിൽ ലീഗ് എതിരല്ല. പക്ഷേ ഒരു വിഭാഗത്തെ മാത്രം മാറ്റി നിർത്തിയിട്ടുള്ള ഈ നിയമത്തിനോടാണ് എതിർപ്പ് പറഞ്ഞിരിക്കുന്നത്. അത് ഭരണഘടനാ വിരുദ്ധമാണ്. കാരണം മതം മാനദണ്ഡമാക്കിയിട്ടുള്ളൊരു നിയമം നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്നില്ല. അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നത് മുസ്ലിങ്ങളായിട്ടുള്ള അഭയാർത്ഥികൾക്ക് കൂടി പൗരത്വത്തിന് വേണ്ടിയുള്ള അപേക്ഷ സമർപ്പിക്കാനുള്ള ഒരു പോർട്ടൽ ഓപ്പൺ ചെയ്യണമെന്നും, പക്ഷേ അവരുടെ പൗരത്വം അന്തിമ വിധിക്ക് വിധേയമായിട്ട് മാത്രം പരിഗണിച്ചാൽ മതി എന്നുള്ളൊരു ആവശ്യം കൂടി നമ്മൾ വെച്ചിട്ടുണ്ട്. ശരി, താങ്ക് യു. എന്തായാലും ലീഗ് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നു. ഇനി നിയമ പോരാട്ടം കൂടി ശക്തമാക്കുമെന്ന് വ്യക്തമാവുകയാണ് ഈ മണിക്കൂറുകളിൽ. ഡൽഹിയിൽ നിന്ന് ഷിജു പട്ടത്തിനൊപ്പം അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.